നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഉച്ചയ്ക്കത്തേന് ഒരു അയല കറി വെച്ചാലോ? അപ്പോൾ നമുക്ക് അയല എടുക്കാം. നമ്മൾ കറി ചെയ്തു, തീ കത്തിച്ചു, ചട്ടി അടുപ്പ് വെച്ചു. പിന്നെ കഴുകി വെച്ചതിൻ്റെ വെള്ളം ഒന്ന് പറ്റട്ടെ. വെള്ളം പറ്റട്ടെ, ചട്ടി ചൂടാട്ടെ. നമ്മൾ അയല കറി വെക്കാനുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇതാ ഒരു 4 അയലേ ഉള്ളൂ കേട്ടോ. ഇത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം മേടിച്ചത്. അന്നേരം അത് ക്ലീൻ ചെയ്ത് വെട്ടി ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്. അപ്പോൾ അതിന് തണുപ്പൊക്കെ മാറ്റിയെടുത്തു. അപ്പം മീൻ കറിക്കുള്ള സാധനങ്ങൾ ഇതാ, വെളുത്തുള്ളി, ഇഞ്ചി, കരിയാപ്പില, കുരുമുളക് വേണ്ട, അപ്പോൾ ഉലുവ, ഉപ്പ്, ഉലുവപ്പൊടിയാട്ടോ, ഉപ്പ്, മുളക് പൊടി, കടുക്, മഞ്ഞൾപ്പൊടി. അപ്പം ഞാൻ എൻ്റേതായ നിലയിലാണ് ഇത് ചെയ്യുന്നത്. എല്ലാവർക്കും മീൻകറിയൊക്കെ വെക്കാൻ നല്ലോണം അറിയാമെന്ന് എനിക്കറിയാം. ഞാൻ എന്നത് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. അപ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു. വെള്ളം ഒന്ന് തോന്നുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ നല്ലോണം ചൂടാകട്ടെ. വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഉലുവ ഇടുന്നവരുണ്ട്. ഞാൻ പക്ഷേ ഉലുവ ഇടുന്നില്ല, ഉലുവപ്പൊടിയാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. എണ്ണ നല്ലോണം ചൂടായി കഴിയുമ്പോൾ കടുകിടാം. എണ്ണ ചൂടായി, കടുക് ഇട്ടു. കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് ആദ്യം വെളുത്തുള്ളി ഇടാം. കടുക് പൊട്ടട്ടെ നല്ലോണം. അപ്പോൾ കടുകൊക്കെ നല്ലതാണ് പൊട്ടി. നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അതിനാവശ്യത്തിന് വെളുത്തുള്ളി ഇട്ടു. ഇഞ്ചി അരിഞ്ഞിട്ടു. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരുന്ന മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി നമ്മൾ എണ്ണയ്ക്കകത്തിട്ട് ഇളക്കുക. പൊടിയൊക്കെ നല്ലോണം മൂത്ത് വന്നു കഴിയുമ്പോൾ ഞാൻ പുളി ഞാൻ നേരത്തെ ചൂടാക്കി തിളപ്പിച്ച് പുളിവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ആ പുളിവെള്ളം ഒഴിച്ചാൽ, ഞാൻ പുളി ഇട്ടല്ല, പുളിവെള്ളം ഒഴിച്ചാൽ മീൻ കറി വെക്കുന്നത് കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് നമ്മുടെ പുളിയുടെ ഇതുണ്ടല്ലോ, ഉറക്കനുസരിച്ച് പുളിവെള്ളം, ആവശ്യത്തിന് പുളിവെള്ളം ഒഴിച്ചു. ആവശ്യത്തിന് പുളിവെള്ളം ഒഴിച്ചു. ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടു. ഇനി ഒന്ന് തിളക്കട്ടെ. അപ്പോൾ നമ്മുടെ മസാല നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തോട്ട് കഴുകി വെച്ച മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. മീൻ കഷ്ണങ്ങളെല്ലാം നമ്മൾ ഇട്ട് കൊടുത്തു. ഇനി അതൊന്ന് ഇളക്കുക. അതിനുശേഷം നമുക്ക് ഒരല്പം കായപ്പൊടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ മീന് നല്ലൊരു ഫ്ലേവർ കിട്ടും. തിളച്ച് അല്പം മതി, അല്പം കായപ്പൊടി ചേർത്തു. അതിനുശേഷം നമുക്ക് അതിൻ്റെ പുറത്തേക്ക് കരിയാപ്പില വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് ഇതൊന്ന് തിളച്ച് കഴിയുമ്പോൾ സിമ്മാക്കണം. സിമ്മാക്കി എണ്ണ തെളിഞ്ഞ് വന്നു കഴിയുമ്പോൾ മീൻ കറി വെന്തു. എന്നിട്ട് നമുക്കെടുത്ത് ചോറിൻ്റെ കൂടെ പിടിക്കാം. നമുക്ക് ഉച്ചയ്ക്ക് അയലക്കറിയും അയല പൊരിച്ചതും പടവും കൂടെ കൂട്ടി ഒരു പിടി പിടിക്കാം.
ഇത് മഹാരാഷ്ട്രൻ പപ്പടമാണ് കേട്ടോ. സൂപ്പർ അയലക്കറി മീൻകറി സ്വന്തം ഉണ്ടാക്കിയത് എന്നാലും സൂപ്പറാന്ന് പറയുകയാണ്. അപ്പോൾ ഓക്കെ, ബൈ ബൈ, കഴിക്കട്ടെ.